ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. മെയിനായിട്ട് നേന്ത്രപ്പഴവും പാലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത്. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞാൻ 2 മീഡിയം വലുപ്പമുള്ള പഴം ഇതുപോലെ ചെറുതായിട്ട് 4ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത് അത്യാവശ്യം മധുരമുള്ള പഴം എടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പുഡിങ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 6 kg എടുത്തിട്ടുള്ളത്. നെയ്യ് നല്ലപോലെ മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള പഴമില്ല അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് വാട്ടിയെടുക്കണം. പഴം വാട്ടിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഓവർ അങ്ങനെ കളർ മാറാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ഒന്നങ്ങ് കളർ ചെറുതായിട്ട് മാറാൻ തുടങ്ങുമല്ലോ, ആ ഒരു ടൈം വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഈ ഒരു ബനാന പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക മധുരത്തിൻ്റെ കാരണം നമ്മുടെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പുഡിങ്ങിലേക്കുള്ള മധുരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ പഴം വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടുന്ന ചെറിയൊരു കസ്റ്റാർഡ് മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഞാനിത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നിർബന്ധമായിട്ടും ചേർക്കണം. കാരണം നമ്മളിതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ അങ്ങനത്തെ ഒരു ഐറ്റംസും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു മിക്സ് നിർബന്ധമാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി വെക്കാം. അപ്പോൾ എനിക്ക് 1/4 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എൻ്റെതിപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഞാനിപ്പോൾ 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിതിപ്പം വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പം കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം എൻ്റെ പഴം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴത്തിൻ്റെ മധുരം നോക്കുക. എന്നിട്ട് കുറവാണെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പഞ്ചസാര 1-2 സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പാല് കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഒരു കോൺഫ്ലോർ കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അത് ഇതുപോലെ എടുത്തതിന് ശേഷം ഒഴിക്കാൻ നേരത്തെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. കാരണം അടിയിൽ പോയി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നങ്ങ് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു കൈ കൊണ്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മറ്റേ കൈ കൊണ്ട് സ്പാച്ചിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് പോകും. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മിക്സ് ഒഴിച്ചിട്ട് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 1-2 മിനിറ്റോളം ഇങ്ങനെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കണ്ടേ, അപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് തിക്കായിട്ട് വരണം. എങ്കിലേ ആ ഒരു പൊടിയുടെ നമ്മൾ കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറൊക്കെ ചേർത്തില്ല, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിയില്ലെങ്കിൽ പുഡിങ് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ നോക്ക്. ആ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് ഇത് കുറുകി വരും കേട്ടോ. ഇങ്ങനെ കുറുകി വന്നാലേ നമുക്ക് പുഡിങ് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. കാരണം നമ്മളിതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ലല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ കണ്ടില്ല, നല്ലപോലെ ഇങ്ങ് തിളക്കുന്നുണ്ട്. ഇനി 1-2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കാൻ വേണ്ടി വിട്ടുപോകരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ലപോലെ തിളച്ച് ഒന്നങ്ങ് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴയില്ലേ, അത് മൊത്തത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതാ പഴം ഇട്ട് കൊടുക്കുമ്പോൾ ഒരല്പം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആ പുഡിങ്ങിൻ്റെ ട്രെയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
കാണാൻ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് പഴയിട്ട് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേനും. അതിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ മിക്സ് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മിക്സ് അല്ലേ, നമ്മുടെ ക്രീമി പുഡിംഗ് ആണ് ഇത്, നല്ല കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുത്താലും ഉള്ളൊക്കെ അങ്ങ് മൊത്തത്തിൽ സെറ്റ് ആയിക്കോളും കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം വാട്ടിയതില്ലേ, അത് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല കാണാൻ ഭംഗിയായിട്ട് പഴം കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ നിർബന്ധമില്ല, പക്ഷേ ഇതിൽ നിന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെ എന്താ പറയുക സ്റ്റൈലിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പുറമേ വെച്ചിട്ട് ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിംഗ് റാപ്പോ എന്തെങ്കിലും ചുറ്റി മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കേണ്ടത്. എന്നിട്ട് എന്തായാലും ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂറെങ്കിൽ ഈ ഒരു പുഡിങ് തണുക്കണം കേട്ടോ, എന്നാലാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ്. എന്തായാലും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടേ ഉടനെ തന്നെ ഉണ്ടാക്കി വെച്ചോ, കാരണം എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് അല്ലേ. എന്നിട്ട് നാളെ പെരുന്നാൾക്ക് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് കാണാൻ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് കഴിക്കാനും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ് എന്നെല്ലാം പറയില്ല, ആ ഒരു പുഡിങ്ങാണ് കേട്ടോ. ഈ ഒരു ബനാന പുഡിങ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്